ഹായ് ഓൾ. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് PSC ഈ ആനുവൽ കലണ്ടർ ഈ 2026 ആനുവൽ കലണ്ടർ പുറത്തുവിട്ടപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിൻ്റെ സ്ലോട്ടും നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സ്ലോട്ടിലേക്കാണ് ഈ ഒരു എക്സാം PSC കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു ക്ലിയർ ഐഡിയ ആയിട്ടുണ്ട്. 8 മാസം അല്ലെങ്കിൽ 9 മാസത്തിനുള്ളിൽ ഈ ഒരു എക്സാം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊരു ക്ലിയർ ഐഡിയ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. നമ്മൾ എന്തായാലും ഇനി ഡേറ്റോടെ പബ്ലിഷ് ചെയ്തിട്ടേ പഠിക്കൂ. അതിനി ഓഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ എന്നറിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. കാര്യം നമുക്ക് 9 മാസം 10 മാസം മാക്സിമം പോയാൽ നമുക്ക് എടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ആ ഒരു 10 മാസം ഈ ഒരു എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. അത് പറയാൻ കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ള അല്ലെ നല്ല നമ്പർ ഓഫ് അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. റാങ്ക് ലിസ്റ്റ് അത്യാവശ്യം വലിയ റാങ്ക് ലിസ്റ്റാണ്. അത്രയ്ക്കും സാധ്യതയുണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ജോലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഇതിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇതിനു വേണ്ടി ഈ ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇനി എങ്ങനെ വേണം എന്നുള്ളതിന് വേണ്ടി നമ്മളൊരു വെബിനാറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇനി പറയുന്നതായിരിക്കും. എന്തായാലും ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അതായത് ഇത് മുമ്പുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി നമുക്കൊന്ന് പറഞ്ഞൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/2/2026 ഫെബ്രുവരി 4-ന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ കയറി നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 375/2025 കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കി 27,000 മുതൽ 73,000 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്കെയിൽ ഓഫ് പേ ആണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി നമ്പർ ഒന്നും അവർ തന്നിട്ടില്ല, പക്ഷേ നല്ല വേക്കൻസീസ് കാണുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏജ് വരുന്നത് 18 മുതൽ 36 വരെയാണ്. 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും കാണും. ഓക്കെ, 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അത് മസ്റ്റാണ്. അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NDC അല്ലെങ്കിൽ ITI ഇൻ എവിടെയൊക്കെയാണ്? ഇലക്ട്രീഷ്യൻ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഈ ഒരു മെക്കാനിക്കൽ റിലേറ്റഡ് ട്രേഡുകൾ അല്ലെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഈ പറയുന്ന ട്രേഡുകളിലൊക്കെ ITI കംപ്ലീറ്റ് ആക്കിയവർക്കും അതുപോലെ ഡിപ്ലോമ BTech ഇതിന് ഹയർ ആയിട്ട് ഡിപ്ലോമ BTech ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ITIക്കാർക്കും പറ്റും, ഡിപ്ലോമക്കാർക്കും പറ്റും, BTechക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് പറയുന്നത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ആലോചിക്കുക ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും BTechക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് സാധിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം. അപ്പോൾ ലാസ്റ്റ് ടൈം PSC ഏതൊക്കെ കോഴ്സുകളാണ് ഈ പറയുന്ന ഇപ്പം പറഞ്ഞേക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷന് ഇക്വലൻ്റ് ആയിട്ടോ ഹയർ ആയിട്ടോ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ NDC ഇലക്ട്രീഷ്യന് ഇക്വലൻ്റ് ആയിട്ടോ ഹയർ ആയിട്ടോ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ NDC മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് എന്താണ് ഈ പറയുന്ന NDC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന കോഴ്സിന് ഹയർ ആയിട്ട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ NDC ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഈ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ NDC മെക്കാനിക് ആണെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ, അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അവരൊക്കെ ഈ പർട്ടിക്കുലർ കോഴ്സിന് ഹയർ ആയിട്ട് വേണം വെക്കാനെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. KGC ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിന് BE ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കലും ഉറപ്പായിട്ടും ഹയർ ആയിട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം അതിന് ഇക്വലൻ്റ് ആയിട്ടോ ഹയർ ആയിട്ടോ വേണം എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കിപ്പോയാൽ ഏതൊരു എക്സാമിൻ്റെ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടുത്തെ കട്ട് ഓഫ് എന്താണ്, എത്ര പേര് ആപ്ലിക്കൻസ് ഉണ്ട്, എന്തുമാത്രം കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കിയാൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/2/2023 ഇത് 2026 ഫെബ്രുവരി വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലായി PSC ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അത് എക്സ്പയർ ആവുന്ന പോയിന്റിൽ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അഡ്മിറ്റഡ് 33,618 പേരായിരുന്നു ലാസ്റ്റ് ടൈം ആ ഒരു എക്സാം എഴുതിയിരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 33,000 പേരിൽ നിന്നും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ 1000 പേരോളമുള്ള ഒരു മെയിൻ ലിസ്റ്റിൽ 1000 പേരോളമുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തതെന്ന് ആലോചിക്കുക. അപ്പം മറ്റുള്ള എക്സാമുകളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പർ വളരെ
കൂടുതലാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള ജനറൽ എക്സാമുകൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നിടത്ത് ഇവിടെ 30,000 പേര് എഴുതിയിട്ട് 1000 പേരുടെ മെയിൻ ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കിന് എന്താണ് നമുക്ക് അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് കയറാനുള്ള സാധ്യത അവിടെ കൂടുമെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ആലോചിക്കുക. കട്ട് ഓഫ് മാർക്ക് എത്രയേ ഉള്ളൂ? 44.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മാക്സിമം മാർക്ക് വന്നിട്ട് 82.33 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് എത്ര പോയിട്ടുണ്ട് ഇതുവരെ? 566 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കയറാൻ പറ്റുന്നൊരു എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആണ്. അപ്പം എക്സാമിൻ്റെ ഈ കട്ട് ഓഫ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കട്ട് ഓഫ് എന്താണ് 44 ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കുക, റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ITA ലെവൽ എക്സാം ആണെങ്കിൽ കൂടി കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ടി ലെവൽ അവർ PSC കുറച്ച് കൂട്ടിയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസോ ഒക്കെ വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷേ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ കൂടി അത്യാവശ്യം നമുക്ക് ഈ ഒരു എക്സാം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ, ഈ പറയുന്ന ഇത്ര സമയമുണ്ട്, ആ സമയം കൊണ്ട് അത്യാവശ്യം ചിട്ടയായിട്ട് സിലബസ് മനസ്സിലാക്കി അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാം ഈ പറയുന്ന ഒരു ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസോ ഒന്നും അല്ല. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ലെവലിലായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേഷൻ സ്ലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒക്ടോബറിൽ കാണും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങല്ല. നിങ്ങൾ ഓഗസ്റ്റിൽ തന്നെ ഈ ഒരു എക്സാം കാണും എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ 8 മാസമായിരിക്കും നമുക്ക് ആ ഒരു എക്സാം വരുന്നതെങ്കിൽ 8-ാം മാസം ആദ്യത്തെ ആഴ്ചയിലൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര മാസമേ ഉള്ളൂ? ഇനി 7 മന്ത്സ് മാത്രമേ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളൂ എന്നുള്ള രീതി വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടായിരിക്കും നമ്മൾ പഠിച്ച് നിൽക്കുന്നത്. ചിലപ്പോൾ അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിക്കോട്ടെ, നമുക്ക് അത്രയും സമയം കൂടെ നമുക്ക് ലഭിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഒക്ടോബർ എന്നുള്ള മാസമല്ല നോക്കേണ്ടത്, ഓഗസ്റ്റിൽ എക്സാം കാണും എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മിക്കവാറും എല്ലാം കാണുന്നതും അങ്ങനെയാണ്. ഒരു സ്ലോട്ട് വരുമ്പോഴത്തേക്കിന് ഏറെക്കുറെ എക്സാമുകളും ആ ആദ്യത്തെ മന്ത്, ആ സ്ലോട്ടിലെ ആദ്യത്തെ മന്തിൽ തന്നെ നടത്തി വരുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ കൂടുതലും സാധ്യത ആ ഒരു ഓഗസ്റ്റിലൊക്കെ വരാനാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കുറച്ച് സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. 7 മാസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. സ്റ്റിൽ നിങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞാൽ 2-3 മാസം കൂടെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരുടെ മുമ്പിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും. കാര്യം കുറേ അധികം പേര് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളൊരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ ലാസ്റ്റ് ടൈമിലെ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ്, അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ്, ഈ ITA ലെവൽ എക്സാംസ്, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നവരുടെ എക്സാംസ് ഏത് നിലവാരത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റീസെൻ്റ് എക്സാം പാറ്റേൺസും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം 6-നാണ് ഈ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നേരിട്ട് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കണം, ഫാക്കൽറ്റിയോട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓരോ എക്സാമിൻ്റെ റാങ്കുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാമുകൾ, ട്രേഡ്സ്മാൻ ടേണിങ്, അതുപോലെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, അതുപോലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ലെക്ചർ ഇൻ മെക്കാനിക്കൽ, ഇതിലെല്ലാത്തിലെയും ടോപ്പ് റാങ്കുകൾ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, ഇതിലെല്ലാത്തിലെയും ടോപ്പ് റാങ്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ ഓപ്പറേറ്ററിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകളേ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് ലൈവ് ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാര്യം കുറച്ച് ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം മിസ്സാക്കാണ്ട്, ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതുപോലെ താഴെ ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സ് അവിടെ ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ വെബിനാർ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇനിയും ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.